കുളിച്ചാൽ വീഡിയോയിലേക്ക് സാധനം ഞാനിവിടെ പിന്നെ ഇല്ല കട്ടൻ മീനച്ചാറുകളാണ്. മീനച്ചാറ് അത് വറുത്ത് കോരി ഇതാ ഇതെല്ലാം ശരിക്കും വറുത്ത് പൊരിഞ്ഞ് നല്ല എരിവെള്ളം ചേർത്ത് ഇഞ്ചി പച്ചമുളകും തേങ്ങ എല്ലാം വറുത്ത് തേങ്ങയ്ക്ക് വില കൊണ്ടാകുമ്പോൾ തേങ്ങ നമുക്ക് ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തേങ്ങയൊക്കെ വറുത്ത് കോരി ഇടുക. അപ്പം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കരിയാപ്പിലെല്ലാം കൂടെ വറുത്ത് കോരിയേക്കുവാണ്. അത് ഇപ്പം ഇത് നന്നായിട്ട് വറുത്ത് അപ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം വേണം നമുക്കത് ചെയ്യാൻ. ഇതെല്ലാം കുറേശ്ശെ നോക്കിയിട്ട് ഇത് തേങ്ങയാണ്. എല്ലാം നല്ലോണം വറുത്തിട്ടില്ലേ അതിന് വെള്ളമയം ഉണ്ടാകും. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ച് ഇപ്പം ഇങ്ങനെയിട്ട് കാശ്മീരി പൊടി വേറെ മേടിക്കുന്ന പൊടികളൊന്നും കൊടുത്തില്ല ഞാൻ. ഈ കാശ്മീരി പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ വറുത്ത് പൊടിച്ച് പിന്നെ ഉള്ളി കടുവെല്ലാം വറുത്ത് പൊടിച്ച് അത് ഇടും. പിന്നെ കായപ്പൊടി മാത്രമേ മേടിക്കുന്ന പൊടിയാക്കി ഇടുന്നുള്ളൂ. ഈ കാശ്മീരി പൊടി ഇട്ടെങ്കിൽ അത് നിറഞ്ഞിട്ടുണ്ടേ അതിന് വേണ്ടിയിട്ട് ആയിട്ട് പോലെ കാണിച്ചതാണ്. ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഇട്ട് കുടംപുളിയുടെ എസൻസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏത് വിനാഗിരി ഒഴിക്കും. എന്നാ വെച്ചാൽ നമുക്ക് മുളക് പൊടിയുടെയും പച്ചമുളകൊക്കെ ഇട്ട് വറക്കണതിൻ്റെയൊക്കെ ഒരു ഇത് ലേശം പിന്നെ ചെയ്യാൻ കുറച്ചേക്കാം. എല്ലാവരും ഓർഡർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇവിടെ ഓടി വരിക.